പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഇന്നലെയാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയൊക്കെ സമ്മേളനമൊക്കെ സമാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ ഇന്ത്യയിലേക്ക് എത്തി. അദ്ദേഹം ഇന്ന് ഈ കാര്യങ്ങളൊക്കെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ധരിപ്പിക്കാൻ പോവുകയുമാണ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വാർത്ത എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിന് പിന്നാലെ തിരക്കിട്ട നീക്കങ്ങൾ, തിരക്കിട്ട ചർച്ചകൾ, തിരക്കിട്ട സന്ദർശനങ്ങളൊക്കെയും ചൈനയിൽ നടക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനം, ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ ഇന്ന് ചൈനയിൽ എത്തുമെന്ന റിപ്പോർട്ടാണ്. ബീജിംഗിൽ എത്തുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. 2023 റഷ്യ സന്ദർശനത്തിനു ശേഷം കിം ജോങ് ഉൻ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതും ഇതാദ്യമായാണ്. ആനന്ദ് മോഹനുണ്ട് വിവരങ്ങൾ നൽകാൻ. ആനന്ദ്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ലോകക്രമമൊക്കെ മാറുകയാണോ എന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് റഷ്യ, ചൈന, ഇന്ത്യ ഈ രീതിയിലൊരു ലോകക്രമം വരുമോ, അങ്ങനെ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ പുതിയ നീക്കങ്ങളൊക്കെ നടക്കുകയാണ് എന്ന തരത്തിൽ വാർത്തകളും കാര്യങ്ങളും ഒക്കെയും വരുന്ന ഘട്ടത്തിലാണ് കിം ജോങ് ഉന്നു കൂടി ഇപ്പോൾ ചൈനയിലേക്ക് സന്ദർശനം നടത്തുമെന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത് സ്ഥിരീകരിക്കപ്പെടുന്ന വണ്ണം എത്തിയിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ? എന്തൊക്കെയാകും ഈ സന്ദർശന ലക്ഷ്യങ്ങൾ? പുറത്തു വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ് ആനന്ദ്? സേതു ഏറ്റവും അവസാനം സൂചിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ശരിവെക്കുന്ന നിലയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് ഒരു പുതിയ ലോക ശാക്തിക ചേരി രൂപപ്പെടുന്നു എന്ന സൂചനകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ദിവസവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കിം ജോങ് ഉൻ വളരെ രഹസ്യമായി യാത്രകൾ നടത്തുന്ന ഒരാളാണ്, വിമാനത്തിൽ യാത്ര ചെയ്യാത്ത ഒരാളാണ് എന്നാണ് ഇതുവരെയുള്ള നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇപ്പോൾ പ്യോങ്യാങ്ങിൽ നിന്ന് അദ്ദേഹം ബീജിംഗിലേക്ക് തിങ്കളാഴ്ച ഉച്ചയോടെ യാത്ര തിരിച്ചു. ഇന്ന് അദ്ദേഹം ബീജിംഗിലെത്തും എന്ന വിവരം പുറത്തു വരുന്നു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിൻ്റെ 80ാമത്തെ വർഷത്തെ ഒരു പ്രത്യേക സൈനിക പരേഡ് ചൈനയിൽ ബീജിംഗിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ആ പരേഡിന് സാക്ഷിയാകാനാണ് പോകുന്നത്. അതിനും അപ്പുറത്താണ് സേതുലക്ഷ്മി സൂചിപ്പിച്ച ഏറ്റവും നിർണായകമായ ചില ചർച്ചകൾ അവിടെ നടക്കുന്നത്. പുടിൻ അവിടെ എത്തുമെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളാണ്. പക്ഷേ തീർച്ചയായും സാധ്യതകൾ 90%-ലധികമാണ് ഇത്തരം ചർച്ചകൾ നടക്കാൻ. പുടിൻ അവിടെ എത്തും. കിം ജോങ് ഉന്നുമായും ഇദ്ദേഹം ചർച്ചകൾ ഷീ ജിൻപിങ്ങുമായും കിം ജോങ് ഉൻ ചർച്ച നടത്തും. അത്തരം നിർണായകമായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ ചർച്ചകളുടെ എല്ലാം ഒരു കോൺ നോക്കിക്കാണുന്നത് അമേരിക്കയ്ക്ക് പകരമായി, അമേരിക്കയ്ക്ക് ബദലായി ലോകത്തൊരു പുതിയ ശാക്തിക ചേരി വളർത്തിയെടുക്കുക എന്ന നിർണായകമായ അജണ്ടകളാണ് ഈ യാത്രയിലും ഈ കൂടിക്കാഴ്ചകളിലും എല്ലാം പിന്നിലുള്ള അജണ്ട. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തുന്നതോടുകൂടി മാത്രമേ, കിം ജോങ് ഉൻ ഈ ചൈനയിൽ എത്തുന്നതോടുകൂടി മാത്രമേ നമുക്ക് ഈ വാർത്ത സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം കിം ജോങ് ഉന്നിൻ്റെ യാത്രകൾ എപ്പോഴും അങ്ങനെയാണ്. സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളോടുകൂടി അദ്ദേഹം അങ്ങനെ യാത്രകൾ നടത്താറില്ല. 2023 റഷ്യയിൽ അദ്ദേഹം പോകുന്നത്. അതിനുശേഷം രാജ്യം വിട്ട് പുറത്തേക്ക് വരുന്നത് ഇതാദ്യമാണ്. 2019 അവസാനം ചൈനയിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയോടുകൂടിയോ വൈകിട്ടോടുകൂടിയോ ബീജിംഗിൽ എത്തുമെന്ന ഒരു അഭ്യൂഹം അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചില പ്രാദേശിക മാധ്യമങ്ങളും ഉദ്ധരിച്ചുകൊണ്ടും ചില വാർത്തകൾ പുറത്തു വരുന്നു. എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നിർണായകമായ ചില അജണ്ടകൾ നമുക്ക് വാർത്തകളിലൂടെ മനസ്സിലാക്കാനും റിപ്പോർട്ടുകളിലൂടെ തിരിച്ചറിയാനും കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സേതു നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകത്തിലൊരു പുതിയ ശാക്തിക ചേരി നിർമ്മിച്ചെടുക്കുക എന്ന നിലയിലുള്ള നിർണായകമായ സൈനിക ചർച്ചകളും അമേരിക്ക നേതൃത്വം വഹിക്കുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട പല സംവിധാനങ്ങളുമുണ്ട്. അതിനെല്ലാം പകരക്കാരായി മാറുക എന്ന നിലയിലേക്കാണ് ചൈന. ഇങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ ഈ ആഗോള ഉപരോധങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി സ്വന്തം ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് കിം ജോങ് ഉൻ. അപ്പോൾ അങ്ങനെയുള്ള കിം ജോങ് ഉൻ രണ്ട് വലിയ ജനാധിപത്യ രാജ്യങ്ങൾക്കൊപ്പമൊക്കെ കൈകോർക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ജനാധിപത്യ രാജ്യം ഒന്ന് ഇന്ത്യയാണ് ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഇന്ത്യ, ചൈന, റഷ്യ രീതിയിലൊക്കെ ചർച്ചകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാങ്ങിലേക്ക് കിം ജോങ് ഉൻ കൂടി വരികയാണെങ്കിൽ അത് വേറൊരു തരത്തിൽ കൂടി ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുമായിരിക്കും അല്ലേ? തീർച്ചയായും സേതു, അത് നേരത്തെ തന്നെ അതിൻ്റെ സാധ്യതകൾ തുറന്നിട്ടതാണ്. അതായത് കിം ജോങ് ഉൻ നേരത്തെ തന്നെ അമേരിക്കയുമായി ശക്തമായ വെല്ലുവിളികൾ ഉയർത്തുമ്പോഴും റഷ്യയുമായി ഏറ്റവും അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു നേതാവാണ് കിം ജോങ് ഉൻ. റഷ്യയോട് ഒരിക്കലും ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലേക്ക് കിം ജോങ് ഉൻ പോയിട്ടില്ല. ചൈനയുമായും ആ ഒരു സൗഹൃദം നിലനിർത്താൻ കിം ജോങ് ഉൻ പ്രത്യേക ശ്രദ്ധ വച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞകാല വാർത്തകളോ വിവരങ്ങളോ ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. തന്ത്രപൂർവ്വമാണ് കിം ജോങ് ഉൻ നീങ്ങിയത്. അത് ഏകാധിപതിയായി തുടരാൻ വേണ്ടി, ഏറ്റവും ശാക്തികമായ ചേരിയിൽ നിൽക്കാൻ വേണ്ടി റഷ്യയുമായും ചൈനയുമായും വളരെ തന്ത്രപരമായ ഒരു ബന്ധം കിം ജോങ് ഉൻ പുലർത്തിയിരുന്നു. ഇപ്പോൾ യുക്രൈനുമായുള്ള യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലടക്കം കൂടുതൽ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളടക്കം റഷ്യയ്ക്ക് സപ്ലൈ ചെയ്യുന്നതിലടക്കം കിം ജോങ് ഉൻ നിർണായകമായി പങ്കുവഹിച്ചതായുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രുവായി കിം ജോങ് ഉൻ കാണുന്നത്. റഷ്യയ്ക്കും ചൈനയ്ക്കുമാണെങ്കിൽ വ്യാപാര ബന്ധങ്ങളിലടക്കം ലോകത്തിലെ മറ്റ് ക്രമീകരണങ്ങളിലടക്കം അമേരിക്കയെ വെല്ലുന്ന നിലയിലേക്ക് ഒരു പുതിയ ശാക്തിക ചേരി വേണം തന്നെ. അതുകൊണ്ട് തന്നെ കിം ജോങ് ഉൻ ആ ഒരു ചേരിയിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള സന്നദ്ധത നേരത്തെ തന്നെ
പ്രകടിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യാത്രകൾ പലപ്പോഴും റഷ്യയിലേക്കും ചൈനയിലേക്കും ചുരുങ്ങുന്നത്. 2023 റഷ്യയിൽ പോയി, ഇപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പുറത്തേക്ക് വരുന്നത് ചൈനയിൽ പോകാനാണ്. ചൈനയിൽ 2019 അവസാനം പോയത്. പിന്നെ അദ്ദേഹത്തിന്റെ യാത്രകളൊക്കെ പലപ്പോഴും വളരെ രഹസ്യമാണ്. ഒരുപാട് ത്രെട്ടുകളുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് കിം ജോങ് ഉൻ. പല തരത്തിലുള്ള വധഭീഷണികൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ യാത്രകളെ സംബന്ധിച്ചും ദുരൂഹതകളാണ്. ചില ട്രെയിനുകൾ, ചില പ്രത്യേകതരം യാത്രാ രീതികളൊക്കെയാണ് കിം ജോങ് ഉൻ. പച്ച നിറമുള്ള എക്സ് അടയാളമുള്ള ട്രെയിനും കാര്യങ്ങളൊക്കെ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞാണ്. ശരി ആനന്ദ്, ഓക്കെ. അപ്പോൾ ഈ കിം ജോങ് ഉന്നിന്റെ സന്ദർശനം, കിം ജോങ് ഉൻ ചൈനയിലേക്ക് വരുന്നു, ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും. അപ്പോൾ ആ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ആനന്ദ് മോഹൻ.